2024 മാർച്ച് 28 അന്ന് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിനടുത്തുള്ള സിറ താഴ്വരയിലെ ഒരു ഹോട്ടലിൽ മലയാളികളായ 2 സ്ത്രീകളും ഒരു പുരുഷനുമെത്തി. തങ്ങൾ ദമ്പതിമാരാണെന്നും കൂടെയുള്ളത് മകളാണെന്നുമായിരുന്നു അതിലൊരു സ്ത്രീയും പുരുഷനും ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനോട് പരിചയപ്പെടുത്തിയത്. അങ്ങനെ അവർ ആ ഹോട്ടലിൽ റൂമെടുത്തു. തിരിച്ചറിയൽ കാർഡ് കാണിച്ച് പണവും കൊടുത്ത് അവരെ റൂം ബോയ് മുറിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. തങ്ങൾ 2 ദിവസത്തേക്ക് കൂടി ഇവിടെ താമസിക്കുകയാണെന്ന് അവർ പിറ്റേന്ന് ഹോട്ടൽ അധികൃതരോട് പറഞ്ഞു. വീണ്ടും അവർ മുറിക്കുള്ളിലേക്ക് തന്നെ പോയി. അങ്ങനെ 2 ദിവസങ്ങൾ കഴിഞ്ഞു. ഈ 3 പേരെയും മുറിക്ക് പുറത്തു കണ്ടില്ല. ഭക്ഷണം വാങ്ങാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ അവർ മുറിക്ക് പുറത്തിറങ്ങിയതേയില്ല. അതോടെ ഹോട്ടൽ ജീവനക്കാർക്ക് എന്തോ ഒരു സംശയം തോന്നി. അവർ ഈ 3 പേരും താമസിച്ചിരുന്ന മുറിയുടെ മുന്നിലെത്തി. വാതിലിൽ തട്ടാൻ തുടങ്ങിയപ്പോഴേക്കും അത് പൂട്ടിയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. വാതിൽ പതിയെ തള്ളി തുറന്ന് ഹോട്ടൽ ജീവനക്കാർ മുറിക്കകത്തേക്ക് കയറി. ആ കാഴ്ച കണ്ട് അവർ ഞെട്ടിത്തരിച്ചു നിന്നു. മുറിയിലെ കട്ടിലിൽ ഒരു സ്ത്രീയും നിലത്ത് ഒരു സ്ത്രീയും കിടക്കുന്നു. പക്ഷേ അവരുടെ ശരീരം നിശ്ചലമാണ്. അവർ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. പക്ഷേ കൂടെയുള്ള പുരുഷനെ ആ മുറിക്കുള്ളിൽ കണ്ടില്ല. ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് മുക്തരായ ഹോട്ടൽ ജീവനക്കാർ ടോയ്ലറ്റിൻ്റെ വാതിൽ തുറന്നു നോക്കി. ടോയ്ലറ്റിൻ്റെ തറയിൽ ആ പുരുഷൻ്റെ മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് 3 പേരും ജീവൻ ഒടുക്കിയിരിക്കുന്നത്. നിലത്തും കിടക്കയിലുമാകെ ചോര ഒഴുകിപ്പടർന്നിരുന്നു. ഹോട്ടൽ ജീവനക്കാർ ഉടൻ തന്നെ പുറത്തു കടന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. കൂടുതൽ പരിശോധിച്ചപ്പോൾ മുറിയിൽ നിന്ന് സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നു എന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കൂട്ടത്തിൽ തങ്ങൾ മരിച്ച വിവരം അറിയിക്കേണ്ട കേരളത്തിലെ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അക്കൂട്ടത്തിലെ പുരുഷന്റെ പേര് നവീൻ തോമസ് എന്നായിരുന്നു. കോട്ടയം ജില്ലയിലെ മീനിടം സ്വദേശി. പിതാവ് ആദായ നികുതി ഉദ്യോഗസ്ഥനായിരുന്ന തോമസ്. മാതാവ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മാനേജർ. ഭാര്യ ദേവി മാധവൻ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് സ്വദേശിനി. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവന്റെയും അധ്യാപികയായ ലതയുടെയും മകളായിരുന്നു ദേവി. ആയുർവേദ ഡോക്ടർമാരായിരുന്ന ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഇവർ തമ്മിൽ പരിചയത്തിലാകുന്നത്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിരുന്നു 2 പേരും. പക്ഷേ അതൊന്നും അവരുടെ വിവാഹത്തിന് തടസ്സമായിരുന്നില്ല. വിദ്യാസമ്പന്നരായ 2 പേരുടെയും ഇഷ്ടത്തിന് വീട്ടുകാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ആയുർവേദ ഡോക്ടർമാരായ 2 പേർക്കും പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് നവീൻ പ്രാക്ടീസ് അവസാനിപ്പിച്ചു. പിന്നീട് അയാൾ കേക്ക് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അത് ലാഭത്തിന് വേണ്ടിയായിരുന്നില്ല, അയാളുടെ താല്പര്യമായിരുന്നു അത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആര്യ എന്ന പെൺകുട്ടിയായിരുന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിലെ ജീവനക്കാരൻ അനിൽകുമാറിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ. 1 വർഷം മുൻപ് അവളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരുന്നു. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരിയായിരുന്നു ആര്യ. ഒരു സ്വകാര്യ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായിരുന്നു അവൾ. പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അവൾ പോകുന്നത് കൂട്ടുകാരിയായ ദേവിക്കും ഭർത്താവിനും ഒപ്പമാണെന്നുള്ള കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ആര്യയെ കാണാതായപ്പോൾ അവളുടെ അച്ഛനമ്മമാർ അവൾ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവിടെ നിന്ന് ആരും വിനോദയാത്രയ്ക്ക് പോയിട്ടില്ല എന്ന്. അതോടെ ആര്യയുടെ അച്ഛനമ്മമാർ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകി. ആര്യയ്ക്ക് ബ്ലാക്ക് മാജിക്കിൽ വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. മകളുടെ ഈ താല്പര്യം തിരിച്ചറിഞ്ഞ അവളുടെ അച്ഛൻ അനിൽകുമാറും അമ്മ മഞ്ജുവും മകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കോവിഡിന് മുമ്പ് ആര്യയും ദേവിയും തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികമാരായിരുന്നു. അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് സുഹൃത്തുക്കളാകുന്നതും. ദേവി ഈ സ്കൂളിൽ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്നു. ആര്യയാകട്ടെ ഫ്രഞ്ച് ഭാഷാധ്യാപികയായിരുന്നു. വിവാഹശേഷം ദേവി കോട്ടയത്തേക്ക് പോയി. എങ്കിലും ആര്യയുമായുള്ള സൗഹൃദം തുടർന്നു. കോവിഡിന് ശേഷം ദേവി ജോലിക്ക് എത്തിയിരുന്നില്ലെങ്കിലും ആര്യയോട് സ്ഥിരമായി ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകളും പിന്നീട് പോലീസിന് കിട്ടി. ആര്യയുടെ അച്ഛനമ്മമാരുടെ പരാതി കിട്ടിയതോടെ വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആര്യയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവൾ കൂട്ടുകാരിയായ ദേവിയോടും ഭർത്താവിനോടും ഒപ്പമുണ്ടെന്ന് കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിൽ 27-ാം തീയതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ 3 പേരും ഗുവാഹത്തിയിലേക്ക് പോയതായും മനസ്സിലായി. ഇതോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആസാം പോലീസ് മേധാവിയെ വിവരമറിയിച്ചു. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം കോട്ടയം മീനിടത്തെ നവീൻ്റെ വീട്ടിലെത്തി. എന്നാൽ അരുണാചൽ പ്രദേശിലേക്ക് വിനോദയാത്ര പോകുന്നു എന്ന് പറഞ്ഞ് മാർച്ച് 17-ന് തന്നെ 2 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നായിരുന്നു നവീൻ്റെ കുടുംബം പോലീസിനോട് പറഞ്ഞത്. അതോടെ പോലീസ് 3 പേരെക്കുറിച്ചും കൂടുതൽ അന്വേഷിച്ചു.
ഈ അന്വേഷണത്തിൽ ഇവർ 3 പേരും ബ്ലാക്ക് മാജിക്കിൽ താല്പര്യമുള്ളവരായിരുന്നുവെന്നും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞിരുന്നതായും പോലീസ് കണ്ടെത്തി. കോട്ടയത്തെ വീട്ടിൽ നിന്ന് മാർച്ച് 17-ന് ഇറങ്ങിയ നവീനും ദേവിയും 27-നാണ് തിരുവനന്തപുരത്തെത്തിയത്. 17-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള 10 ദിവസങ്ങൾ ഇവർ എവിടെയായിരുന്നു എന്നുള്ളത് ദുരൂഹമായിരുന്നു. ഇറ്റാനഗർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത 3 പേരുടെയും മൃതദേഹങ്ങൾ ഏപ്രിൽ 4-ാം തീയതി ഉച്ചയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. ആര്യയുടെയും ദേവിയുടെയും മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചു. പിന്നീട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. നവീൻ്റെ മൃതദേഹം കോട്ടയത്തെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മൂവരും ആത്മഹത്യ ചെയ്യാൻ ഇത്രയധികം ദൂരമുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യമാണ് പോലീസിനെ കുഴക്കിയത്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് 115 കിലോമീറ്റർ അകലെയാണ് സിറ വാലി എന്ന പട്ടണം. വിനോദസഞ്ചാരികളുടെ പറുദീസയായ മനോഹരമായ ഒരു പട്ടണമായിരുന്നു അത്. ഈ പട്ടണത്തിലോ സമീപ പ്രദേശങ്ങളിലോ ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളുണ്ടോ എന്നായി പോലീസിൻ്റെ പിന്നീടുള്ള അന്വേഷണം. ശരീരം മുഴുവൻ പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിരുന്നതായി പോലീസ് കണ്ടെത്തി. രക്തം വാർന്നായിരുന്നു 3 പേരുടെയും മരണം. മരണത്തിന് മുൻപ് മുറിക്കുള്ളിൽ ആഭിചാരക്രിയകൾ നടത്തിയതിൻ്റെ ലക്ഷണങ്ങളുമുണ്ടായിരുന്നു. നവീനും ദേവിയും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുത്തു. മെയിൽ സന്ദേശങ്ങളിൽ ഇവർ സ്വന്തം പേരുകളായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യ ഭാഷയിലൂടെയാണ് ഈ 3 പേരും സന്ദേശങ്ങൾ അയച്ചിരുന്നത് എന്നും പോലീസ് കണ്ടെത്തി. യാത്രകളെക്കുറിച്ചും മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമായിരുന്നു അവരുടെ സംഭാഷണങ്ങളിൽ കൂടുതലും. മരണത്തിനു ശേഷം അന്യഗ്രഹത്തിൽ സുഖകരമായ ജീവിതമുണ്ടെന്ന് നവീൻ ദേവിയെയും ആര്യയെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നതായുള്ള സൂചനകൾ പോലീസിന് കിട്ടി. വിചിത്രമായ ഈ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡാർക്ക് നെറ്റിൽ നിന്നായിരുന്നുവത്രേ നവീന് കിട്ടിയത്. ഡാർക്ക് നെറ്റിലടക്കം പിന്തുടർന്ന വിചിത്ര വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള അന്യഗ്രഹ ജീവിതം ഈ 3 പേരും ആഗ്രഹിച്ചിരുന്നു. ഇതിൻ്റെ തെളിവുകൾ ആര്യയുടെയും നവീൻ്റെയും ലാപ്ടോപ്പുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 2020 മുതൽ മരണാനന്തര ജീവിതത്തെയും അന്യഗ്രഹ ജീവികളെയും കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന വെബ്സൈറ്റുകളിൽ നവീൻ സജീവമായിരുന്നു. ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നുള്ള ഒരു സാങ്കല്പിക അന്യഗ്രഹ ജീവിയായ മിത്തി കൾട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് 2016-ൽ നവീൻ പണം സംഭാവന ചെയ്തിരുന്നതായും 2 തവണ ചില സംശയങ്ങൾക്കുള്ള മറുപടി മിത്തി കൾട്ട് നവീന് നൽകിയിരുന്നതായും പോലീസ് കണ്ടെത്തി. നവീനും ദേവിയും മുമ്പും അരുണാചൽ പ്രദേശിൽ പോയിരുന്നതായി കണ്ടെത്തി. വളരെ ആസൂത്രിതമായിട്ടായിരുന്നു നവീൻ്റെ നീക്കങ്ങൾ. ഹോട്ടലിൽ മുറിയെടുക്കാൻ അയാൾ തൻ്റെ തിരിച്ചറിയൽ രേഖ മാത്രമാണ് നൽകിയത്. അയാളുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡിയിൽ നിന്ന് ചില സന്ദേശങ്ങൾ എത്തിയതായും കണ്ടെത്തി. എന്നാൽ ഈ മെയിൽ ഐഡി നിർമ്മിച്ചത് ആര്യയായിരുന്നു. ഇതിൻ്റെ പാസ്വേഡ് 3 പേർക്കും അറിയാമായിരുന്നു. ഇവർ 3 പേരും അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ഇക്കാര്യം കുടുംബാംഗങ്ങൾക്ക് മനസ്സിലായതോടെ അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. പ്രളയം വന്ന് ഭൂമി നശിക്കുന്നതിന് മുൻപ് അന്യഗ്രഹത്തിൽ പുനർജന്മം നേടാമെന്ന വിചിത്രമായ വിശ്വാസമായിരുന്നു ഈ 3 പേർക്കും ഉണ്ടായിരുന്നത്. ഉയർന്ന പ്രദേശത്ത് എത്തി മരിച്ചാൽ വേഗം പുനർജന്മം നേടാമെന്ന് നവീൻ വിശ്വസിച്ചിരുന്നതായും മറ്റു 2 പേരെയും വിശ്വസിപ്പിച്ചിരുന്നതായും അതുകൊണ്ടാണ് ഉയർന്ന പ്രദേശമായ സിറ വാലി തിരഞ്ഞെടുത്തതെന്നും പറയപ്പെടുന്നു. ദുരൂഹതയുടെ ചുരുളഴിയാതെ ഇന്നും ഈ മരണങ്ങളുടെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നു.